പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാണ്. ചൊവ്വ 2025 സെപ്റ്റംബർ 13 അതായത് 1201 ചിങ്ങമാസം 28 തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. തൻ്റെ സുഖക്ഷേത്രമാണ് ചൊവ്വയ്ക്ക് തുലാൻ രാശി. ഇത്രയും കാലം ചൊവ്വ നിന്നത് തൻ്റെ ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിലായിരുന്നു. ബുധനും ചൊവ്വയും പരസ്പര ശത്രുക്കളാണ്. പക്ഷേ ചൊവ്വയുടെ അടുത്ത സുഹൃത്താണ് ശുക്രൻ. ശുക്രൻ്റെ ക്ഷേത്രങ്ങളാണ് തുലാൻ രാശിയും ഇടവൻ രാശിയും. അവിടെ നിൽക്കുന്ന ചൊവ്വയ്ക്ക് വളരെയധികം ശൃംഗാരാദി വിനോദങ്ങളും നിഗൂഢമായ പല കാര്യങ്ങളുമൊക്കെ ചെയ്യുവാനുള്ളൊരു വാസനയുണ്ടാകും. അപ്രകാരം തന്നെയാണ് ശുക്രൻ മേടത്തിലും വൃശ്ചികത്തിലും നിന്ന്. പിന്നെ ഈ രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ള ദിഗ്രഹയോഗം വലിയ അപകടമാണ്. ഗോപോ മല്ലോദക്ഷ പരയുവതിരഥ ദ്യൂതഗത്സാസുരേഢ്യേ. അസുരേഢ്യനോടുകൂടി ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഗോപഹ അയാൾ ഗോപനാകും. പശുക്കൾ ധാരാളം നാൽക്കാലി സമ്പത്തുണ്ടാകും അയാൾക്ക്. മല്ലഹ അയാൾ മല്ലയുദ്ധം ചെയ്യുമെന്നാണ്. അയാൾ ശാരീരിക ക്ഷമത വർദ്ധിച്ച് മറ്റുള്ളവരോട് യുദ്ധത്തിനൊക്കെ സന്നദ്ധനാകും. പരയുവതിരഥ അന്യ യുവതിയിൽ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടാകും. ആ വ്യക്തിക്ക് പലപ്പോഴും സ്ത്രീ കാരണം സ്ത്രീകൾ മൂലം കലഹമുണ്ടാവുക, സ്ത്രീകൾക്ക് വേണ്ടി കലഹിക്കുക, അതിൽ അസാധ്യമായ ധൈര്യം പ്രകടിപ്പിക്കുക. ചൊവ്വ സാഹസികനാണ്, എടുത്തു ചാടും പെണ്ണിന് വേണ്ടി അല്ലെങ്കിൽ തന്നെ കാമുകിക്ക് വേണ്ടി. ഈ സ്വഭാവങ്ങളൊക്കെ ഈ ചൊവ്വയും ശുക്രനും തമ്മിലുള്ള യോഗമുണ്ടാകുമ്പോൾ ചാരവശാലും പ്രകടിപ്പിക്കും, ജാതകത്തിലും യോഗമുള്ളപ്പോൾ പ്രകടിപ്പിക്കും. ദ്യൂതകൃത് അയാൾ ദ്യൂതത്തിൽ താല്പര്യം കാണിക്കും. ദ്യൂതം എന്നാൽ പഴയകാലത്ത് എന്താണ്? പഴയകാലത്ത് നമ്മുടെ യുധിഷ്ഠിരനൊക്കെ കളിച്ച് പരാജയപ്പെട്ട ഒരു മേഖലയാണ് ദ്യൂതം. അപ്രകാരം മറ്റൊരു വിഷയം എന്താണ്? നമുക്ക് ചീട്ടുകളി മുതലായ ഗാംബ്ലിംഗ് ആയിട്ട് ബന്ധപ്പെടുന്നു. ഇപ്പോൾ ലോട്ടറി ഒരു കച്ചവടമായി എടുക്കുന്ന വ്യക്തികളൊക്കെയുണ്ട്. അങ്ങനെ ഈ ഒരു ചൊവ്വയുടെയും ശുക്രൻ്റെയും ഫലം ദിഗ്രഹയോഗം കാണുന്നുണ്ട്. ഇവിടെ ശുക്രക്ഷേത്രത്തിലാണ് ചൊവ്വ പ്രവേശിക്കുന്നത്. അതിനാൽ നമുക്ക് ഈ ഒരു യോഗം നിലനിൽക്കുന്നത് 45 ദിനങ്ങളാണ്. 2025 സെപ്റ്റംബർ 13 മുതൽ ഒക്ടോബർ 27 വരെയുള്ള 45 ദിനങ്ങളാണ് ഈ ചൊവ്വ തുലാൻ രാശിയിൽ നിൽക്കുന്നത്. പിന്നെ ചൊവ്വ എവിടെ എത്തി? വൃശ്ചികത്തിലെത്തി, ധനുവിലെത്തി, മകരത്തിലെത്തി. ചൊവ്വ ബലവാനാവുകയാണ്. ചൊവ്വയുടെ നീചസ്ഥിതി കർക്കിടകത്തിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചൊവ്വ ചിങ്ങം രാശിയിൽ നല്ല ഗുണഫലമല്ല പ്രദാനം ചെയ്തിട്ടുണ്ടാവുക. കന്നിരാശിയിലും നല്ല ഗുണമല്ല. പക്ഷേ തുലാൻ രാശിയിൽ ചൊവ്വ വളരെയധികം ഗുണങ്ങൾ ചെയ്യും. അതെപ്രകാരം ചെയ്യുമെന്ന് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും. ഇത്രയും കാലം ചൊവ്വ നിന്നത് കന്നിയിലാണ്. കന്നി ഫെമിനൈൻ സ്ത്രീ രാശിയാണ്. അവിടെ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുക ചാമുണ്ഡി, ഭദ്രകാളി മുതലായ ദേവതകളാണ്. പക്ഷെ പുരുഷരാശിയിൽ ചൊവ്വ വരുമ്പോൾ നാം സാക്ഷാൽ അർമുഖനെ, ഷൺമുഖനെ, വേലായുധനെ തന്നെ ചിന്തിക്കണം. ഓം ഭജത് ഭുവേ നമഃ എന്ന പ്രാർത്ഥന നമുക്ക് ചിന്തിക്കണം. ചൊവ്വ ഉപദേശം ചെയ്യുന്ന ആളാണ്. ചൊവ്വ നല്ലൊരു ടീച്ചറാണ്. പ്രത്യേകിച്ച് ശാരീരിക ക്ഷമതയുള്ള അധ്യാപകനാണ് ചൊവ്വ. അത് ജിംനാസ്റ്റിക് ആയ വിഷയത്തിലായാലും ജിംനേഷ്യത്തിലായാലും നല്ല ട്രെയിനറാകാം ചൊവ്വയ്ക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വിദ്യാലയങ്ങളിൽ ചൊവ്വയുടെ ധർമ്മം എന്താണ്? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി കുട്ടികളെ നിയന്ത്രിക്കാനൊക്കെ ചൊവ്വക്ക് ധാരാളം കഴിവുകളുണ്ട്. ഈ ഒരു ചൊവ്വ തുലാൻ രാശിയിൽ നിൽക്കുമ്പോൾ അത്ലറ്റുമായിട്ട് ബന്ധപ്പെടുന്ന അത്ലറ്റിക്സ്, ഇതിലൊക്കെ ധാരാളം ഓട്ടം, ചാട്ടം മുതലായ സാഹസികമായ എല്ലാ വിനോദങ്ങളിലും ചൊവ്വ വളരെയധികം ഊർജത്തെ പ്രദാനം ചെയ്യും. ചൊവ്വ ഊർജമാണ്, സത്വമാണ്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായ ഈ ചൊവ്വയുടെ 45 ദിനങ്ങൾ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇനി നമ്മുടെ രാശികളിലേക്ക് കടക്കാം. തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ 2 ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാണ്. ഒന്ന് 7-ാം ഭാവം, മറ്റൊന്ന് 2-ാം ഭാവം. ചൊവ്വ നിൽക്കുന്നത് തുലാൻ രാശിയിലാണ്. അതിനു മുമ്പ് തുലാൻ രാശി എന്താണെന്ന് നിങ്ങൾ അറിയണം. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാണ് തുലാൻ രാശി. ഇവിടെ തുലാൻ രാശിക്കാർക്ക് ലഗ്നത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. ലഗ്നത്തിൽ പാപഗ്രഹം നിൽക്കുന്നത് അത്ര ശുഭമാണോ?
അല്ല. എപ്പോഴും ലഗ്നത്തിൽ ശുഭഗ്രഹമാണെങ്കിൽ എല്ലാ കാര്യത്തിലും വിജയവും ഉയർച്ചവും ഔന്നത്യവും ഒക്കെ പ്രദാനം ചെയ്യും. പക്ഷേ പാപഗ്രഹങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഫലം അപ്രകാരമല്ല. പാപേ ലഗ്നഗതി, ലഗ്നത്തിൽ പാപഗ്രഹം വരുമ്പോൾ അല്ലെങ്കിൽ രാശിയിൽ പാപഗ്രഹം വരുമ്പോൾ പരാജയ, പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളും പരാജയങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശിരോരുഖ്, ശിരസ്സുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ ഉണ്ടാവുക, നേത്രരോഗങ്ങൾ ഉണ്ടാവുക. പ്രത്യേകിച്ച് തുലാൻ രാശിക്ക് പ്രത്യേകിച്ചൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ഹീനാംഗ, അംഗത്തിന് ഹീനത്വമുള്ള രാശിയാണ് തുലാൻ രാശി. ദുഃഖദുഷ്കീർത്തിയ, ദുഃഖങ്ങൾ ഉണ്ടാവുക, ദുഷ്കീർത്തികൾ ഉണ്ടാവുക. വ്യാധ്യാധീനി ഇതര ക്രിയാഭിഗമനം സ്ഥാനച്യുതിച്ച ആപദം, ആപത്തുകൾ ഉണ്ടാവുക, സ്ഥാനചലനങ്ങൾ ഉണ്ടാവുക, രോഗാദി അരിഷ്ടതകൾ ഉണ്ടാവുക. ഇതൊക്കെ ലഗ്നത്തിൽ പാപഗ്രഹം വരുമ്പോൾ സംജാതമാകുന്ന ദോഷങ്ങളാണ്. ഇവിടെ 2 മാരകസ്ഥാനങ്ങളുടെ ആധിപത്യമാണ് ചൊവ്വയ്ക്ക്. ഏതെല്ലാം ഭാവങ്ങളുടെ 2-7 ഭാവങ്ങൾ. ദ്വിതീയം സപ്തമസ്ഥാനം ച മാരകസ്ഥാനം ഉച്ചതേ. മാരകസ്ഥാനങ്ങളാണ് 2-7 ഭാവങ്ങൾ. ആ ഭാവാധിപനാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. അതിനാൽ പരാജയങ്ങളും ശിരോജന്യമായ രോഗങ്ങളുമൊക്കെ ഉണ്ടാകും. പക്ഷേ കഴിഞ്ഞ ദിനങ്ങൾ മുഴുവനും ചൊവ്വ വളരെ ദുർബലമായി 12ാം ഭാവത്തിലായിരുന്നു. അതിൽ നിന്നും തുലം വ്യത്യസ്തമായി എത്രയോ മാറ്റങ്ങൾ തുലാൻ രാശിക്കാർക്ക് ഉണ്ടാകും. പക്ഷേ തുലാൻ രാശിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈഗോ മാറ്റിവെക്കുക. താനെന്ന ഭാവം, തൻ്റെ വാക്കുകൾ, തൻ്റെ സംസാരങ്ങൾ, തൻ്റെ ആക്ഷൻ അത് മറ്റുള്ളവർക്ക് ദഹിക്കണമെന്നില്ല. വളരെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. പലപ്പോഴും ഈ ലഗ്നത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ചൊവ്വ ലഗ്നത്തിൽ വരുമ്പോൾ അങ്ങനെയാണ്. ഇറിറ്റേഷൻ വരും ഇവർക്ക് പെട്ടെന്ന്. മറ്റൊന്നിനെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. താനെന്ന ഭാവം തന്നെ ഭരിക്കും ലഗ്നത്തിൽ ചൊവ്വ വരുമ്പോൾ. ഇവിടെ രാശിയിൽ ചൊവ്വ വരുമ്പോഴും ആ ഒരവസ്ഥ സംജാതമാകും. അതിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രം. വിട്ടുവീഴ്ച മനോഭാവം, തൻ്റെ ഈഗോ, ആ മസിലുപിടുത്തം അത് മാറ്റിയാൽ ഈ ചൊവ്വ ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും. കാരണം കഴിഞ്ഞ 10-45 ദിവസം ചൊവ്വ വളരെ ദുർബലമായി 12ലായിരുന്നു. ദുർവ്യയങ്ങളും അനാവശ്യമായ ക്ലേശങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ, മനസ്സിന് അസ്വസ്ഥത, ആ ഇറിറ്റേഷൻ്റെ പൂർണ്ണത അനുഭവിച്ച വ്യക്തിക്ക് അതിൽ നിന്നും വലിയ മാറ്റമാണ് തുലാൻ രാശിയിൽ നിൽക്കുന്ന ആ ചൊവ്വ. ഇവിടെ ലഗ്നത്തിൽ ചൊവ്വ വരുമ്പോൾ പാപഗ്രഹങ്ങൾ വരുമ്പോഴുള്ള ദോഷങ്ങൾ ഞാൻ സംസാരിച്ചു. ഇനി ചൊവ്വ ലഗ്നത്തിൽ വരുമ്പോൾ, ചൊവ്വ തുലാൻ രാശിയിൽ വരുമ്പോഴുള്ള ഫലമെന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചൊവ്വ സ്വന്തം ക്ഷേത്രങ്ങളിൽ മേടത്തിൽ നിൽക്കുകയാണെങ്കിലും വൃശ്ചികത്തിൽ നിൽക്കുകയാണെങ്കിലും ഉച്ചക്ഷേത്രമായ മകരത്തിൽ നിൽക്കുകയാണെങ്കിലും രുചക മഹായോഗമാണ്. രാജയോഗം പ്രദാനം ചെയ്യും. ഓരോ ഗ്രഹങ്ങൾക്കും അതിൻ്റേതായ സ്ഥാനങ്ങളിൽ ബലമുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ലഗ്നത്തിൽ ചൊവ്വ വരുമ്പോൾ ചമത്കാരി ചിന്താമണി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. വിലഗ്നേ ഗുജേ ദണ്ഡലോഹ അഗ്നി ഭീതി. ദണ്ഡം വടികൊണ്ടും ലോഹം കൊണ്ടും അഗ്നി ഭയവും ശ്രദ്ധിക്കണം. തപൻ മാനസം കേസരിക്കും ദ്വിതീയ. ഒരു സിംഹമായിരിക്കും പരാക്രമത്തിൽ, പക്ഷെ മനസ്സിന് താപം വന്നുകൊണ്ടിരിക്കും. അസ്വസ്ഥത മനസ്സിനെ ഭരിക്കും. ഇതാണ് ഇറിറ്റേഷനുമായും മറ്റ് ബുദ്ധിമുട്ടുകളായും മാറുക. ചൊവ്വ രക്തധമനികളെ ചൂടുപിടിപ്പിക്കുന്ന ഗ്രഹമാണ്, രക്തകാരകനാണ്. അതിനാൽ വളരെയധികം BP പേഷ്യൻ്റ് ശ്രദ്ധിക്കണം. ഈ ശിരോജന്യമായ രോഗം എന്ന് പറയുമ്പോൾ പലപ്പോഴും ബ്ലഡ് പമ്പ് ചെയ്യുക, പെട്ടെന്ന് തലയുറ്റി വീഴുക, ഇതൊക്കെ ഈ ലഗ്നത്തിൽ ചൊവ്വയുള്ള സമയത്ത് സംഭവിക്കും. കളത്രാധിഘാത ശിരോനേത്രപീഡ, കണ്ണുകൾക്കും ശിരസിനും രോഗം. കളത്രാധിഘാത, ഭാര്യ മുതലായവർക്ക് ദോഷങ്ങളുണ്ടാകും. എന്തുകൊണ്ടാണ്? ചൊവ്വ 7ാം ഭാവത്തിലേക്ക് നോക്കുന്നു. 7ാം ഭാവം എന്താണ്? തൻ്റെ ഭാര്യാഭാവമാണ്, തൻ്റെ കളത്രമാണ്. വിഭാഗേ ഫലാനാം സദൈവോപസർഗ. പല കാര്യങ്ങളും തയ്യാറായി ഇരിക്കുമ്പോൾ അവസാനം പുഴുക്കുത്ത് വരുമെന്നാണ്. ഒരു ഫലം നാം കണ്ടു, ഒരു നല്ലൊരു വാഴക്കൊല, അത് നമ്മൾ വെള്ളമൊഴിച്ച് നട്ടു വളർത്തി അത് നന്നായി കൊല പരിണമിച്ച് വലിയൊരു കൊലയായി, അതിന് സുഗന്ധം വന്നു. അത് പഴുത്ത് വരുമ്പോഴാണ്, നാം വെട്ടാൻ പോകുമ്പോഴാണ് ഒരു ഭാഗത്ത് കുറേ കടവാതിലുകൾ അതിൻ്റെ വലിയൊരു ഭാഗം അപഹരിച്ചത് കാണും, മറുഭാഗത്ത് ആ വാഴക്കൊലയുടെ. ഫലങ്ങൾ പഴുത്ത് പാകമാകുമ്പോൾ എപ്രകാരമാണോ നശിച്ചു പോകുന്നത്, അപ്രകാരം പല കാര്യങ്ങൾക്കും ഉപസർഗം തടസ്സമുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. തുലാൻ രാശിക്കാർ ഈ ചൊവ്വയെ ഞാൻ പറയുക, കഴിഞ്ഞ 10-45 ദിവസമായി ബുദ്ധിമുട്ടുണ്ടാക്കിയ തുലാൻ രാശിക്കാർക്ക് ഈ ചൊവ്വ ഫലം ചെയ്യും. ഇവിടെ ഭൂമി ലാഭമുണ്ടാക്കും, ഭൂമിയുമായി ബന്ധപ്പെടുന്ന വ്യാപാരത്തെ മുന്നിട്ടിറങ്ങാം, പലപ്പോഴും വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം. എന്തുകൊണ്ടാണ്? തുലാൻ രാശിയുടെ 7ാം ഭാവം മേടമാണ്, വിവാഹ രാശിയാണ്. ആ രാശിയുടെ അധിപനായ ചൊവ്വ ആ ഭാഗത്തിലേക്ക് നോക്കുന്നു. അതിനാൽ
വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം. ഇത്രയും കാലം പിണങ്ങി നിന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് വീണ്ടും ഒത്തുകൂടുവാനുള്ള അസുലഭമായ ഒരവസരം വരും. തെറ്റുകളൊക്കെ പുറത്ത് അവർക്ക് മുന്നോട്ട് നീങ്ങാം. പരസ്പര ധാരണയിലൂടെ മുന്നോട്ട് പോകാം. അപ്രകാരം തന്നെ പുനർവിവാഹ യോഗമുള്ളവർക്കും അതിന് ശ്രമിക്കാം. ഇവിടെ നിർബന്ധമായും ഭാര്യാഭർത്തൃ ബന്ധം ഊഷ്മളമാകാൻ ഇവിടെ ഐക്യമത്യ അർച്ചന ചെയ്യുക. ശാരീരികമായി രോഗാദി അരിഷ്ടതകൾ മാറാൻ ഇവിടെ നാളികേരം കൊണ്ട് ദേഹമുട്ടി ചെയ്യുക. ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ ചൊവ്വ നല്ല ഫലങ്ങളെ ചെയ്യും. എന്ത് വന്നാലും ഭൂമിപരമായ വിഷയങ്ങൾ, ധനപരമായ വിഷയത്തിലും പലപ്പോഴും സഞ്ചരിച്ച് തനിക്ക് ധനസ്ഥിതി മെച്ചപ്പെടുത്തുവാൻ ഈ ചൊവ്വ സഹായിക്കും. എടുത്ത് ചാടരുത് എന്ന് മാത്രം. എല്ലാ തുലാം രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു 45 ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.